Good morning, students. Today we are also going to work out a problem from income from other source. Okay. Your question വായിക്കാം. Mr. Gangadharan gives you the following particulars of his income for the previous year 2019-20. Compute those total income. Okay. നമ്മളോട് കാണാൻ പറഞ്ഞത് income from other source കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് dividend on equity shares 1200. Domestic company ആണ്. Indian company ആണ് അപ്പോൾ dividend on equity shares exempt from tax. Then dividend on preference shares അതും exempt from tax. Dividend from foreign company ആണ് taxable, domestic company exempt ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. Then income from letting out of building and machinery 54,000 taxable ആണ്. Interest on bank deposit 5,000 taxable ആണ്. Director sitting fee 2,400 taxable ആണ്. Ground rent 1,200 taxable ആണ്. Income from undisclosed sources 20,000 taxable ആണ്. Then winning from lottery bracket net എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം 100/70 വെച്ച് ഗ്രോസ് അപ്പ് ചെയ്യണം. Then collection charges of dividend 40 പറയുന്നുണ്ട്. collection charges of dividend ഇവിടെ നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പൊ അത് രണ്ടും എക്സെപ്റ്റ് ആണ്. ഇന്ത്യൻ കമ്പനിയുടെ ഡിവിഡൻഡ് എക്സെപ്റ്റ് ഫ്രം ടാക്സ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉണ്ടാവുന്ന ഒരു കളക്ഷൻ ചാർജസ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഈ കളക്ഷൻ ചാർജസ് ഓഫ് ഡിവിഡൻഡ് 40 നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനിയുടെ ഡിവിഡൻഡ് ആണ്. ഇന്ത്യൻ കമ്പനിയുടെ ഡിവിഡൻഡ് എക്സെപ്റ്റ് ആണ്. അപ്പൊ അതിന്റെ മുകളിൽ വരുന്ന കളക്ഷൻ ചാർജസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇതിന് അടുത്തത് ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട് 8,000. അവിടെ ലെറ്റിംഗ് ഔട്ട് പറയുന്നുണ്ടോ, ഗ്രൗണ്ട് റെന്റ് പറയുന്നുണ്ട്, ഇൻവെസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് ലെറ്റിംഗ് ഔട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യാം, ഡിപ്രീസിയേഷൻ നമുക്ക് അലോ ചെയ്യാം. ദെൻ ഫയർ ഇൻഷുറൻസ് പ്രീമിയം ഓൺ ബിൽഡിംഗ് ആൻഡ് മെഷീനറി അതും എന്താണ്, അലോവബിൾ ഡിഡക്ഷൻ ആണ് 200. ഓക്കെ, അപ്പൊ ഇത്രയാണ് പറയുന്നത്. നമുക്ക് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇൻകം ഫ്രം other source. Computation of income from other source. Computation of income from other source. Okay. For items എടുത്ത് എഴുതാം. അത് dividend on equity shares. Dividend on equity shares. Or dividend on equity shares. On equity shares. Exempt. Okay. then അടുത്ത് പറയുന്നത് dividend on preference shares. Dividend on preference shares. Dividend on preference shares അതും exempt. ഇന്ത്യൻ കമ്പനിയാണ്, exempt. Okay. then അടുത്തത് income from letting out of building and machinery. Income from letting out. Income from letting out. Income from letting out. 54,000. 54,000. then അടുത്ത് വരുന്നത് interest on bank deposit 5,000. Interest on bank deposit 5,000. Bank deposit 5,000. Interest on bank deposit 5,000. Then directors sitting fees 2,400. Directors sitting fees. Directors sitting fees 2,400. Yes, 2,400. Director sitting fees 2,400. then ground rent ഒക്കെ taxable ആയിട്ടുള്ള ഇൻകംസ് ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സിലെ 1,200. then income from undisclosed sources. Income from undisclosed sources. Income from undisclosed sources 20,000. then winning from lottery. Winning from lottery
ലോട്ടറി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 40,000 നെറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം ക്രോസ് അപ്പ് ചെയ്യണം 14,000 into 100/70 that's equal to 20,000 അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ ഇൻകത്തിന് ടോട്ടൽ ചെയ്യുക 1,02,600 കിട്ടും 1,02,600 then ഇതിൽ നിന്ന് നമ്മൾ ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം ഓക്കെ നമ്മൾ ഡിഡക്ഷൻസ് ലെസ് ചെയ്യാം ഇതിൽ നിന്ന് ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം ഓക്കെ ടോട്ടൽ നമുക്ക് കിട്ടിയ എത്രയായിരുന്നു 1,02,600 1,02,600 ലെസ് ഡിഡക്ഷൻസ് ഓക്കെ ഇവിടെ കളക്ഷൻ ചാർജസ് ഓഫ് ഡിവിഡൻഡ് പറയുന്നുണ്ട് അത് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല അതിന്റെ റീസൺ എന്ന് പറയുന്നത് അതെന്താണ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് ആണ് ഇന്ത്യൻ കമ്പനി എന്ന് പറഞ്ഞാൽ അപ്പൊ ആ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഇൻകത്തിന്റെ മുകളിൽ വരുന്ന കളക്ഷൻ ചാർജസ് ആണ് അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല ഓക്കെ പിന്നെ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് പറയാൻ പറ്റുന്ന ഡിപ്രീസിയേഷൻ ആണ് ഡിപ്രീസിയേഷൻ എത്ര വരുന്നത് ഡിപ്രീസിയേഷൻ എത്ര വരുന്നത് 8,000 ഡിപ്രീസിയേഷൻ 8,000 പറയുന്നുണ്ട് then ഫയർ ഇൻഷുറൻസ് എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 200 ടോട്ടൽ ചെയ്യുക 8,200 ലെസ് ചെയ്യുക 1,02,600 നിന്ന് 8,200 ലെസ് ചെയ്യുക 94,400 അതിന് നേരെ എഴുതുക ഇൻകം ഫ്രം അതർ സോഴ്സ് 94,400 ഓക്കെ എല്ലാവർക്കും ഈ പ്രോബ്ലം മനസ്സിലായി വിചാരിക്കുന്നു ഇതിന്റെ കൂടെ ഹോംവർക്സ് തന്നിട്ടുണ്ട് അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ദാറ്റ്സ് ഓൾ ടുഡേ താങ്ക് യു